നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോണത് പൊന്നാനിക്കാണ് കേട്ടോ. കണ്ണൻകുട്ടീൻ്റെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഓക്കെയാണ്, ഇനി മുറി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് പനി കുറച്ച് കുറവുണ്ട്, ബോഡി പെയിന് പിന്നെ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുമെന്ന് പറയണു. അപ്പം ഇനി അതൊക്കെ അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്ക് പൊന്നാനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് നേരെ തന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത് വെച്ച് പിടിച്ചതാണ്. ഇനി വീട്ടിൽ വന്നിട്ട് തിരിച്ചൊന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്നാൽ ഏതായാലും വരുന്ന വഴിക്ക് കർമ്മയിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞപ്പോൾ കണ്ണൻകുട്ടി അവിടെ നിന്ന് ചൂണ്ടയും ഈരൊക്കെ വാങ്ങട്ടെ, നമുക്ക് മീൻ പിടിച്ച് നോക്കാം കിട്ടുകയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം പോസ്റ്റ് ആവുകയാണെങ്കിൽ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഹോസ്പിറ്റലിൽ നിന്ന് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല, എന്നാലും കുറച്ച് നേരമൊക്കെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചോറ് 2 ചോറൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ചില്ലി രാത്രി ചിക്കൻ ചില്ലി ഉണ്ടാക്കിയത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വരുമ്പോൾ പൊറോട്ട മേടിച്ചു. നമ്മളിതൊക്കെ കർമ്മയിലെത്തി, നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഒരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാ. പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കുട്ടികൾക്കൊക്കെ ഈ കർമ്മ എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യം. ഞങ്ങൾ എപ്പം നോക്കിയാലും പോണ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഫുഡ് ട്രക്ക് അവിടെയാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഷാജേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 കൊല്ലത്തോളം ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാജേട്ടനും നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 2-3 കൊല്ലമൊക്കെ. അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങിയതൊക്കെ കൂടെ ഒരു പ്ലേറ്റ് വാങ്ങി എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ 2 പൊറോട്ട വാങ്ങിയത് എനിക്ക് ഒരെണ്ണം തന്നെ കഴിച്ചാൽ പോയില്ല കേട്ടോ. ഒന്നാമത് ഈ പനി വരുമ്പോൾ പൊറോട്ട കഴിക്കുന്നത് നല്ലതല്ല എന്നറിയാം. പക്ഷേ ഊണൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശും ഒരുപാടാവും, അതിട്ട് കഴിക്കൂല കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ പറഞ്ഞ പോലെ 10-80 രൂപയ്ക്ക് ഞങ്ങൾ പൊറോട്ടയും മേടിച്ചു, 30 രൂപയുടെ സാലനയും മേടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് അധികം ക്യാഷ് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആവില്ലല്ലോ. അത് ഫുഡ് വാങ്ങണേ കൊണ്ടല്ല, അതങ്ങനെ ഒട്ടും കഴിക്കില്ല ആരും. പിന്നെ വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഇങ്ങനെയാണ് വാങ്ങി. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇതേപോലെ കൊണ്ടുപോയ ഫുഡൊക്കെ ഞങ്ങൾ പണ്ട് കുറച്ച് മുന്നേ, പണ്ടല്ല ഒരു 3 കൊല്ലം മുന്നേയൊക്കെ നമ്മളൊരു വാൽപ്പാറ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനാണ് ഉച്ചയാകുമ്പോഴത്തെ ഫുഡ് ബിരിയാണിയാണ്, നെയ്ച്ചോറോ ചിക്കൻ കറി അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് പോയിട്ട് വഴിക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ള കാര്യം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നല്ല മഴയുണ്ട്, വണ്ടിയിൽ തന്നെ ഇരുന്നു. പൂജിട്ട് ഇതാ പുറത്ത് കുടയൊക്കെ നിർത്തി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറിയും ഒക്കെ കൂട്ടിയിട്ട് ചിക്കൻ ചില്ലിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിന് കുറച്ച് നേരം നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് നടന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. അതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വീട്ടിലെത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും നേരം ഒരുപാടാവും. അപ്പോൾ ഉള്ള സമയത്ത് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ടൈം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കറക്റ്റ് ടൈമിന് നമ്മൾ ഒരു ദിവസം മുടങ്ങി പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ വ്യൂസിനെ വല്ലാണ്ട് ബാധിക്കില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. തണുത്തിട്ട് നിൽക്കാൻ വയ്യ. ഞങ്ങൾ പൊറോട്ട ചിക്കൻ വീട്ടിൽ നിന്ന് പൊരിച്ചു കൊടുന്നാൽ നല്ല പൊറോട്ടയും കറിയും പൊറോട്ടയും കല്ലും പുറത്തുനിന്ന് വെച്ചു. നല്ല കാറ്റും മഴ കേട്ടോ. കൊണ്ട് തണുത്തിട്ട് കൈയൊക്കെ ഇറക്കിണ്ട്. വിറയ്ക്കാം, വെളിച്ചപ്പാട് നുള്ളണ പോലെ വിറയ്ക്കുന്നത്. കൊടക്കതാ പോണ്. പനി പോയ പനി വണ്ടി വിളിച്ച് പേടിയാവില്ലേ വെള്ളത്തിൽ നോക്കിയപ്പോ ഞാൻ ഇല്ലേ വെള്ളം കയറി വരുന്ന പോലെ തോന്നുന്നില്ലേ. നല്ലൊരു കാറ്റ് വീശാൻ ഞാൻ ഈ വെള്ളത്തിൽ കിടക്കുന്നത് തോന്നുന്നു. അങ്ങനെയും കാറ്റുണ്ടാവുന്നേ. വാവായിട്ടുണ്ട് ഗൈസ്, ചപ്പിത് മതി. കിട്ടി 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 മീൻ പിടിക്കണം ഗൈസ്. നമ്മളിന്ന് മീൻ പിടിച്ചിട്ട് തോനെ മീൻ കിട്ടാതെ നമ്മൾ ഇവിടെ വിൽക്കും. അത് വീട്ടിൽ പോയിട്ടല്ല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം സ്രാവനൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തനിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ കൂടെ വണ്ടി വിളിച്ച് വരും നമ്മളെ തല്ലാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് വന്നാണേ, അല്ലാതെ ഇവിടേക്കായിട്ട് വന്നതല്ല. ഇത്ര കണ്ടന്റ് നിങ്ങൾ തരണ്ട കേട്ടോ. ഇത്രയും വലിയ കണ്ടന്റ് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഗൈസ്. ഞങ്ങള് വല്ല നാടകം പാലക്കൊക്കെ അഭിനയിക്കാൻ വന്നിട്ട് ടെന്റിന്റെ ഉള്ളിൽ അഭിനയിക്കുമ്പോ മാത്രം ഇറങ്ങൂല. അതല്ലേക്ക് പേടി. നല്ല പുറത്തേക്ക് ഇറങ്ങാനും മാർഗമില്ല. ഇനിയിപ്പോ മാർഗം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കൂല. ആ സമയം വരുമ്പോ നായിക പൂജ ഇറങ്ങുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബാലയ്ക്ക് നാടകത്തിനൊക്കെ നായികമാർ 2 വർഷം പട്ടിപ്പണിയെടുത്ത ഇവിടെ നൊസ്റ്റാൾജി ഉള്ളൊരു സ്ഥലമാണ് ഗൈസ്. പറഞ്ഞങ്ങോട്ട് പോകുന്നതാ ഗൈസ്. വരുമ്പോ എങ്ങനെയായിരുന്നു ചിക്കൻ പീസ് തിന്നു കഴിഞ്ഞപ്പോൾ വാക്ക് മാറണണ്ട. എനിക്കിവിടെ പറ്റുന്ന പുറത്തിറങ്ങണം ഗൈസ്.
അതിന് ഞാൻ പറഞ്ഞതാണ് ഗൈസ്, വരുമ്പോ നമുക്ക് എന്താ റെയിൻകോട്ട് 150 ഉറുപ്പിയുടെ ഫുഡ് വാങ്ങി വന്നിട്ട് ഇനി 200 ഉറുപ്പിയുടെ റെയിൻകോട്ട് വാങ്ങണം. എന്ത് കണ്ട കഥ. നല്ല തണുപ്പുണ്ട്. മുടി പനക്കൊല പോലെ ആയിട്ട് മാനേജ് ചെയ്യാൻ വലിയ പാടാ. കേൾക്കാനും വയ്യതിന്റെ ദ്വീപ് എന്നാ പറയാ. നമുക്ക് ആ ദ്വീപിലേക്ക് പോവാം. പിടിച്ചു തരുമോ? നമുക്കാണോ യാത്രം പോകുന്നൊരു ഇപ്പൊ അല്ല, ഇന്ന് പോകുമ്പോഴേക്കും ഇതില് മീന് വെച്ചിട്ട് ഞമ്മക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. മീൻ കുടിക്കാൽ ഇതാവുക. ഇത് ഞാൻ തൊടുമ്പോഴേക്കാ പൊട്ടുന്നത്. ദ്വീപിലാവുമ്പോ മോളോ, ദ്വീപിലാവുമ്പോ അത് ദ്വീപ് ദ്വീപാണ്. എന്റെ അത്ഭുത ദ്വീപ്. ഓക്കെ. ദീപ ഈ ദ്വീപ് എന്നാണോ ദ്വീപ് എന്നാണോ? ദ്വീപ് എങ്ങനെ എഴുതുക? ഞാൻ ഡീപ്. അപ്പൊ മഴ പോയി, നമ്മൾ വിളിച്ചു പറഞ്ഞു മഴ പോയി. നമ്മൾ കുറേ നേരം ഓട്ടോയിൽ പോസ്റ്റായി. ഫുഡ് കൊണ്ടതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും. ഫുഡ് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കേണ്ട വിചാരിച്ചിട്ട് ചോറ് കാക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ നീറ്റപ്പടിക്ക് നേരം വൈകി. അപ്പോൾ പിന്നെ ചിക്കൻ മാത്രം എടുത്തു, പൊറോട്ട വാങ്ങിയിട്ട് കഴിക്കുകയും ചെയ്തു. നല്ല രസമായിട്ട് ഇവിടെ നമ്മളിവിടെയാണ് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെയാണ് കേട്ടോ മുന്നേ കർമ്മയിൽ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാറ്റിൻ്റെ സൗണ്ടിൽ കേൾക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വൈബാണ് കേട്ടോ. കർമ്മയാണിത്, കർമ്മയുടെ ഒരു ഏരിയ. അവിടുന്ന് അങ്ങോട്ടേക്ക് ആ കണ്ടെത്താ ദൂരത്തോളം സ്ഥലം ഉണ്ടാവും. അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടി ഇട്ടായിരുന്നു കേട്ടോ കുറേ. അവിടെ ഇതിപ്പോൾ ഇറങ്ങണ ഭാഗം നല്ല രസമാണ്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കർമ്മ. നമ്മൾ ഫസ്റ്റ് ഒരു ഇത് ബിസിനസ് തുടങ്ങിയത് ഇവിടെ നിന്നാണ് കേട്ടോ. കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. കണ്ടോ ഇങ്ങനെ ഭംഗിയിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇതാ വരുന്നു നമ്മുടെ മാക്കച്ചാല്. പുറത്തേക്ക് ഇറങ്ങാതെ ഇറങ്ങിയിട്ടേ സന്തോയം. ഞാൻ വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങാതെ സാധനം എടുത്ത് വരായിരുന്നെങ്കിൽ കിട്ടിയായിരുന്നു കുറെ തേങ്ങ. നല്ല കാറ്റുണ്ട് കേട്ടോ. തണുപ്പുണ്ട് കേട്ടോ. റെയിൻകോട്ട് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നതല്ലല്ലോ. നമ്മള് എന്താ അങ്ങനെ റെയിൻകോട്ട് വാങ്ങിയിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചു. അപ്പം തന്നെ മഴ പോയി, വെയിൽ വന്നു. പിന്നെ മഴ പെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഉപ്പിലിട്ടതൊക്കെ കിട്ടും കേട്ടോ. അവിടെ ഉപ്പിലിട്ടത് പൊരിക്കടി, കല്ലുമ്മക്കായ പൊരിച്ചതൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ കഴിയണം. ഒരു 3 മണിയൊക്കെ കഴിയേണ്ടി വരും. കേൾക്കുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതോ കാറ്റിൻ്റെ സൗണ്ട് മാത്രം ഉള്ളതാണോ? എന്തായാലും ആദ്യം ഒരു സോറി പറയട്ടെ കേട്ടോ. ഇത്രയും കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല. അവിടെ നിന്നിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ അത് ഇടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയിലൊന്നും ഉണ്ടാവില്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാനത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. ഭയങ്കരമായിട്ട് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. എന്തായാലും ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അതാ വിറ്റുകൾ ചൂണ്ടിട്ടിട്ട് ഒരു മീൻ കിട്ടിയിട്ടോ. കുഞ്ഞ് കരിമീൻ, എന്താ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരെണ്ണം കിട്ടി. അപ്പോൾ എൻ്റെ പ്രതീക്ഷയിൽ ഇനി ഒരുപാട് കിട്ടും എന്നുള്ളതാണേ. ഇവിടെ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏട്ടന്മാർ ഇങ്ങനെ ഫ്രഷ് മീൻ കൊണ്ടുത്തരും കേട്ടോ. കൊണ്ടക്കോളം പറഞ്ഞിട്ട് നമുക്കിവിടെ കടലെടുത്താണല്ലോ. അപ്പോൾ അയിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രഷോടെ കൂടെ കിട്ടാറുണ്ട്. ഇതേപോലെ കരിമീനും കിട്ടാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിക്കാറുണ്ട്. ഇവിടെ പക്ഷേ ആ ഒരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ധാരാപേരൊന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് എനിക്കും പൂജിറ്റിക്ക് ഇങ്ങനെ നിന്നിട്ട് പ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നിൽക്ക്, ഞങ്ങളിങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പുറത്ത് കൂടെ റോട്ടിൽ കൂടെ ഒക്കെ. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. കണ്ണൻകുട്ടി വിളിച്ച് നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരം. പക്ഷെ ഇവിടെ കൂടെ ഒരു വൃത്തിയില്ലാത്ത പോലെ അങ്ങനെ ഈ ചളി സംഭവം ഒന്നും എനിക്ക് വല്ലാതെ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരമൊക്കെ പോയി നോക്കിയിട്ടോ. അവിടെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനൊന്നും പറ്റില്ല കേട്ടോ. വഴിക്ക് വീഴുകയാണെങ്കിൽ ഊര് കുത്തി വീഴും. ഇപ്പം കണ്ണൻകുട്ടി നടക്കണേൻ്റെ അവിടുന്ന് അത്രയും കൂടെ ദൂരം അപ്പുറത്ത് പോയിട്ടാണ് നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ നേരത്തൊക്കെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ഈ മഴക്കാലത്തൊക്കെ കിടക്കിടാന്നര വിറയ്ക്കും. എടുത്തിട്ട് നമുക്ക് വണ്ടി അടക്കം ഇങ്ങനെ ഉലഞ്ചു ഇങ്ങനെ കാറ്റത്ത് ഇതാവില്ലേ, ഇളകും. അത്രയും കാറ്റായിരിക്കും കേട്ടോ. അവരവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ബോറടിക്കുക. നമുക്ക് അങ്ങനെ പോയിട്ട് കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഞമ്മ കഴിക്കാൻ കിട്ടുമോ നോക്കാം. ഉപ്പിലിട്ടത് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് പോവുക. അവരെ കഴിഞ്ഞാൽ അവരങ്ങോട്ട് വന്നോളൂ. ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടോ റാബുജിയിൽ വഴി അങ്ങനെ നേരെ എങ്ങനെയൊക്കെ പോവാ.
ഇവിടെ വഴി ഇങ്ങനെ കാണിങ്ങ കൂടെ എല്ലായിടത്തും വെള്ളം ചളി പിളിയൊക്കെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. അതാണ് ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നോക്കി നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് കാല് കഴുകാൻ വിചാരിച്ചു. അപ്പടി കാലിൽ ചളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെള്ളമുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് കടകളൊക്കെ എന്തെങ്കിലും കാണണമെങ്കിൽ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ധോണി ഗായ്സ് അവിടെ ഒക്കെ അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാണ്ടാവില്ലായിരിക്കും, വെള്ളം കയറി. അതാ കണ്ടാ, അതാ പൊന്നാ എന്നാ ഇരുന്നില്ല. പക്ഷെ ഇപ്പൊ പൂജുവിന് ഉറക്കം വന്നിട്ട് ആകെ കൂടെ തണുപ്പും നല്ല തണുപ്പ്. ഒരു ചായ കുടിക്കണം, നമുക്ക് അങ്ങനെ പോയി വെക്കാം കടയിൽ. പോവാ കിച്ചൺ കല്യാണം ഉണ്ട് നാളെ നമുക്ക് കേട്ടോ. റിസപ്ഷൻ കല്യാണമൊക്കെ കഴിഞ്ഞു. കണ്ട അവിടെ മൊത്തം വെള്ളത്തിൽ ഇങ്ങനെ ചാടാൻ തോന്നുന്നു. പക്ഷെ ചാടി കഴിഞ്ഞാൽ പോകാം, അങ്ങനെ പോകും. നമുക്ക് കടയുടെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ ആകെ കുണ്ടും കുഴിയൊക്കെ ഇട്ടപ്പക്കേന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അടുത്തൊരു കണ്ടന്റ് വേറെ ആൾക്കാർക്കാവും. എനിക്ക് ഈ ഒരു കർമ്മം ഇത്രയും ഇഷ്ടമാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 കൊല്ലം പറഞ്ഞാൽ നമുക്ക് ഫുഡ് ട്രക്കൊക്കെ ആയിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ രാത്രിയിൽ നൈറ്റിൽ. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലർച്ചെ ഒരു 2 മണി 3 മണി വരെ 12:30 1 മണി വരെയൊക്കെ അങ്ങനെ മാറിയിട്ടൊക്കെയാവും കച്ചവടം ഉണ്ടാവും. സമയം മാറിയിട്ട് ഡെയിലി കച്ചവടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ കൊതിച്ചേർന്ന് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപെര നടന്നിട്ട് ഓരോ കടയിൽ കയറിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാനാണ്. ദൈവം എനിക്കൊന്ന് പറ്റിയിരുന്നെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഞാനാണ് ഫുഡ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നും ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിരുന്നില്ല. നമ്മൾ ചെല്ലണു, കച്ചവടം ചെയ്യണു, തിരക്കായിരിക്കും, ഫുഡ് ഉണ്ടാക്കണു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ടപ്പാതിരയ്ക്ക് നമ്മുടെ വീട് പിടിക്കാനല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വിചാരിച്ചിരിക്കുന്നു രാത്രിയിൽ നൈറ്റിൽ എനിക്ക് ഇത് കൂടെ ഒരുപാട് നേരം നടക്കണം കേട്ടോ. എന്നാലും കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഷാജേട്ടൻ്റെ പൂതിക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ അവരെ കൂട്ടാത്തി ചായ കുടിച്ചു. അവർക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് നല്ല തലവേദനയ്ക്ക് തണുക്കുക ഇവിടെ വന്നിട്ട് നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുടിച്ചു. പിന്നെ അവരുടെ ചൂണ്ടടലൊക്കെ കേട്ടെ, നമുക്ക് അവിടെ പോയി നിന്നാലേ പ്രാന്ത് പിടിക്കും. ചൂണ്ടയിട്ട് അതിൽ അതിൻ്റെ ഇരണ്ട് വരുമ്പോഴേക്കും 1.5 മണിക്കൂറാണ്. ഞങ്ങളിങ്ങോട്ട് പോകുന്നു. ഓരോ പാടായി. ഫസ്റ്റ് ഒന്നും കിട്ടിയപ്പോല്ലേ ഭയങ്കര അയ്യോ ഇപ്പം കിട്ടിയൊരു ചാകരാന്ന് വിചാരിച്ചെന്നാ. പിന്നെ ഒന്നുമില്ല. ഇനി നമ്മളങ്ങനെ അവിടെ എത്തി നടന്നിട്ട് അവിടെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ ഞാനും പൂജിറ്റിയും കൂടെ താരാപേര നടന്നു കേട്ടോ. കണ്ണൻകുട്ടി ചേർത്തും കൂടെ അവിടെ എവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നമ്മളവിടെ കർമ്മയിൽ ഏറെ കഴിഞ്ഞൊരു 25 മിനിറ്റേ നിന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മഴ ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും വന്നുകൊണ്ടും പോയോണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടാണ് കേട്ടോ. നല്ല കാറ്റും മഴയാണ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറേ നേരം കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മഴയത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ കളിയും ചിരിയൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും കരച്ചിലും പിടിച്ചിലായി തീരും. തലവേദന എടുത്തിട്ട് ആകെ കൂടെ വയ്യാണ്ടാവും. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.